വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിനുള്ള റിപ്പോർട്ടർ ടിവിയുടെ പദ്ധതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ദുരന്തത്തിന് ഇരയായവർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് റിപ്പോർട്ടർ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. റിപ്പോർട്ടർ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളമായ 5 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നിർദ്ദേശങ്ങളിൽ മുഖ്യമന്ത്രി സന്തോഷം അറിയിച്ചു. കേരളത്തോടും വയനാടിനോടുമുള്ള റിപ്പോർട്ടർ ടിവിയുടെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിട്ടുകൊണ്ടാണ് ദുരന്തത്തിന് ഇരയായവർക്ക് വേണ്ടി പുനരധിവാസ പദ്ധതി തയ്യാറാക്കിയത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ടൗൺഷിപ്പ് എന്ന സമഗ്രമായ ആശയമാണ് റിപ്പോർട്ടർ ടിവി മുന്നോട്ട് വച്ചിരിക്കുന്നത്. 180 ഏക്കർ വിസ്തൃതി വരുന്ന സ്ഥലത്ത് 3 ബെഡ്റൂമുകളുള്ള വീടും ആരാധനാലയങ്ങളും കടകളും എല്ലാം അടങ്ങുന്നതാണ് റിപ്പോർട്ടറിൻ്റെ ടൗൺഷിപ്പ്. ഈ ആശയമാണ് റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവി മുന്നോട്ട് വെച്ച ടൗൺഷിപ്പ് നിർദ്ദേശം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള റിപ്പോർട്ടർ ടിവി ജീവനക്കാരുടെ സഹായവും MD ആന്റോ അഗസ്റ്റിൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടർ ചാനൽ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം 5 ലക്ഷം. റിപ്പോർട്ടർ തിരുവനന്തപുരം. This is a clear violation of the Constitution. This is against the unity in diversity. Whether anybody can think that a non-Hindu is a part of Ayodhya Mandir. Sir, we are believing in, sir, I told that Guruvayur temple, there is a temple Devaswam board. Anybody can believe that that temple Devaswam board can have non-Hindu? Your fundamental idea is to create conflict and create the anger between the communities and make violence everywhere. This provision, anybody, non-Muslims also be part of Waqf Council, is directly an attack on the faith and freedom of religion. Directly. Sir, मैं पॉलिटिकल रिप्रेजेंटेशन के बारे में कहना चाहता हूँ. हम सबका कॉन्स्टिट्यूंसी में हिंदू भी हो सकता है, मुसलमान हो सकता है, क्रिश्चियन हो सकता है, बौद्ध हो सकते हैं, पारसी, सिख सब हो सकते हैं. इसलिए मेंबर्स ऑफ पार्लियामेंट को किसी भी धर्म से जोड़ना सही नहीं है. हमने ये नहीं कहा कि वक्फ बोर्ड में इस धर्म को लेके आना चाहिए. हम नहीं कह रहे. हम ये कह रहे मेंबर ऑफ पार्लियामेंट वहाँ मेंबर होना चाहिए. अब वो मेंबर ऑफ पार्लियामेंट अगर हिंदू है या अगर क्रिश्चियन है तो हम क्या कर सकते हैं. अगर किसी कॉन्स्टिट्यूंसी से किसी MP को चुन के भेज दिया बाय वर्च्यू ऑफ बीइंग मेंबर ऑफ पार्लियामेंट, अगर वो बोर्ड में मेंबर होता है तो क्या हम उसको चेंज कर देना चाहिए उसके धर्म को? എന്തിനാണ് വഖഫ് ഭേദഗതി ബിൽ? വഖഫ് ബോർഡ് ഇപ്പോൾ മാഫിയകളുടെ കയ്യിലാണെന്നും സുതാര്യതയും നീതിയും ഉറപ്പാക്കാനാണ് ഭേദഗതി എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അല്ലാഹുവിന്റെ പേരിൽ മതപരമോ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കോ സമർപ്പിക്കപ്പെട്ട സ്വത്താണ് വഖഫ്. നിലവിലെ നിയമങ്ങളിൽ അടിമുടി ഭേദഗതി നിശ്ചയിക്കുന്ന ബിൽ വഖഫ് സ്വത്ത് നിർണ്ണയിക്കാനുള്ള അവകാശം സർവേ കമ്മീഷണറിൽ നിന്നും മാറ്റി ജില്ലാ കളക്ടർക്ക് നൽകുന്നു. എല്ലാ സംസ്ഥാന വഖഫ് ബോർഡിലും 2 മുസ്ലിങ്ങൾ അംഗമായിരിക്കണമെന്ന ഭേദഗതിയും ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെയാണ് ഭിന്നിപ്പിന്റെ ബില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉണ്ടാകുന്നത്. ഇവിടെയാണ് രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലെന്ന ഇന്ത്യ മുന്നണി വാദിക്കുന്നത്. പാർലമെന്റിലെ ചൂടേറിയ വാഗ്വാദങ്ങൾക്കപ്പുറം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ഭിന്നിപ്പിനോ ബിൽ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് അനൂപ് വി, CPM-ൽ നിന്ന് VPP മുസ്തഫ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകനായി MN കാരശ്ശേരി, ലീഗിൽ നിന്നും PK നവാസിനെയും പ്രതീക്ഷിക്കുന്നുണ്ട്. 8:30 ഡോക്ടർ ഫസൽ ഗഫൂറും ഒരുപക്ഷെ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ഞാൻ ഡോക്ടർ MN കാരശ്ശേരിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ MN കാരശ്ശേരി, വഖഫ് ഭേദഗതി ബിൽ എന്തിനാണെന്നാണ് താങ്കളുടെ തോന്നൽ? സ്മൃതി, അതൊരു സതുദ്ദേശപൂർവ്വം ഉള്ളതാണ് എന്ന് വിചാരിക്കാൻ ഉള്ള സാഹചര്യമല്ല ഉള്ളത്. കാരണം ബന്ധപ്പെട്ട ആളുകളോട് കൂടിയാലോചിക്കുകയോ അവരിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുകയോ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ബില്ല് അടിച്ചേൽപ്പിക്കുന്ന മാതിരിയാണ്. ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കമായിട്ടാണ് അത് കാണാൻ പറ്റുക.
പ്രതിപക്ഷത്തിൻ്റെ, അതായത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഇന്നത് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് 1954 ആക്ട് വന്നത്. 95-ലും 2013-ലൊക്കെ ഭേദഗതികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നൊരു വലിയൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ ദുരുദ്ദേശപൂർവം ആണ് എന്ന് ഞാൻ പറയുന്നത്. അതിലാലോചിച്ച് നോക്കൂ, 2 സ്ത്രീകൾ അതിൽ വേണം എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ നിഷ്ഠമായ നമുക്ക് യോജിക്കാവുന്ന ഒരു നിലപാടാണ്. പക്ഷേ അതിൽ എല്ലാ സമിതികളിലും 2 അമുസ്ലിങ്ങൾ വേണമെന്ന് പറയുന്നു. അതിപ്പോൾ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ചോദിച്ച മാതിരി ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയിൽ, ഇപ്പോൾ ഗുരുവായൂരിലോ ശബരിമലയിലോ ഉള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ അല്ലെ ദേവസ്വം കമ്മിറ്റിയിൽ അഹിന്ദുക്കളെ വെക്കോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വഖഫ് ബോർഡിൻ്റെ സ്വയം നിർണയ അധികാരം, ഓട്ടോണമി നശിപ്പിക്കുന്ന എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ജില്ലാ കലക്ടർക്ക് അതിൽ അഭിപ്രായം പറയാനും തീർപ്പെടുക്കാനുമുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. ആ ബില്ലിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. 40 ഭേദഗതികളുണ്ടെന്നാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചത്, TV കണ്ടത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം വന്നത്, അതിനെ സംബന്ധിക്കുന്ന എന്ത് തീർപ്പും എടുക്കാൻ ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് നേരിട്ട് ആ വഖഫ് ബോർഡിൽ ഇടപെടാൻ പറ്റുകയാണ്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ റെയിൽവേയും ഡിഫൻസ് മിനിസ്ട്രിയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂസ്വത്തുള്ള ഇന്ത്യയിലെ പ്രസ്ഥാനം എന്ന് പറയുന്നത് വഖഫ് ബോർഡാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ധർമ്മസ്വത്താണ്, ദൈവത്തിന് സമർപ്പിച്ചത്, മടക്കിയെടുക്കാൻ പറ്റാത്തതാണ് വിശ്വാസം അനുസരിച്ച്. അപ്പോൾ അത് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന തരത്തിൽ ആ അളവിൽ അവരെ മുറിപ്പെടുത്തുന്നതും സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും അതിൽ പലതരത്തിലുള്ള അഴിമതികളുണ്ട് എന്ന കാര്യം 2006 നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അഴിമതി എന്ന വിഷയത്തിലേക്ക് പിന്നീട് വരാം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഭിന്നിപ്പുണ്ടാക്കാനാണ് ഇങ്ങനെ ഒരു ഭേദഗതി എന്നുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ ഇന്ത്യ മുന്നണി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അത് ഉന്നയിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അമുസ്ലിങ്ങളെ എന്തിനാണ് വഖഫ് ബോർഡിലേക്ക് എത്തിക്കുന്നത്? അല്ലാഹുവിൻ്റെ പേരിൽ മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട സ്വത്താണ് വഖഫ് എന്നുള്ളത്. അവിടെ എന്തിനാണ് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ് ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വരുമോ എന്ന് ചോദിക്കുന്നു. ഇന്നിപ്പോൾ KC വേണുഗോപാൽ പാർലമെന്റിൽ പറഞ്ഞല്ലോ, ഗുരുവായൂരിൻ്റെ കാര്യത്തിൽ, അയോധ്യ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം. എന്താണ് ഇതിൽ BJPക്കുള്ള മറുപടി? വഖഫിൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മുസ്ലിം ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന പോലെയോ ഉള്ള ഒരു സ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന, ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊതുവായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള, എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് വഖഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നത്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ, അതായത് അല്ലാഹുവിന്റെ പേരിൽ മതപരമോ ജീവകാരുണ്യപരമോ ആയിട്ടുള്ള ആവശ്യത്തിന് സമർപ്പിക്കപ്പെട്ട സ്വത്തായി വഖഫിനെ BJP കാണുന്നില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ, അതിൻ്റെ വിവക്ഷ അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല അതിനെ കാണുന്നത്. ആര് കാണുന്നത്? പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉയർത്തുന്ന വാദം എല്ലാവരും അങ്ങനെ കാണുന്നില്ലല്ലോ, ആരും അങ്ങനെ കാണുന്നില്ല. ആരാണ് എല്ലാവരും? അങ്ങനെ ആരെങ്കിലും കണ്ടോ? അല്ല, അങ്ങനെ പ്രത്യേകമായി ഇന്ന കാര്യത്തിന് വേണ്ടി ഉള്ളതല്ല എന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, 54 ജവഹർലാൽ നെഹ്റു പാസാക്കിയതാണ് വഖഫ് നിയമം. എന്തിനായിരുന്നു? അന്ന് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി ഈ വഖഫിലേക്കാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് 64 കേന്ദ്ര വഖഫ് കൗൺസിൽ വരുന്നു, 95 ബോർഡ് രൂപീകരിക്കുന്നു, 95 ഭേദഗതി ചെയ്യുന്നു. ഈ ഘട്ടത്തിലൊക്കെ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് നൽകുന്നതാണ് അതിലെ ഭൂമി. അതെങ്ങനെയാണത് എല്ലാവരുടേതുമാകുന്നത്? ഞാൻ എല്ലാവരുടേതും എന്നുദ്ദേശിച്ചത് ആ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്.
അതല്ലാതെ മറ്റേതെങ്കിലും ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നതിന് അതിനൊരു അർത്ഥമേ ഇല്ല. അങ്ങനെയെങ്കിൽ പി കൃഷ്ണദാസ്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ സമിതിയിലേക്ക്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ബോർഡിലേക്ക് അമുസ്ലിങ്ങൾ, 2 അമുസ്ലിങ്ങൾ വേണമെന്ന നിർദ്ദേശം വരിക? എന്താണ് അതിന്റെ ഉദ്ദേശം? അവിടെ അങ്ങനെ മാത്രമല്ലല്ലോ, അതുമായി അല്ല, അങ്ങനെ മാത്രമല്ലെങ്കിൽ ആ പോയിന്റ് ഒന്ന് വിശദീകരിക്കൂ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നേരത്തെ ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞല്ലോ, സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളത് അത് പോസിറ്റീവായ കാര്യം. അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ തിരികെ കയറ്റിക്കൊണ്ട് കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുക എന്നൊരു നീക്കം നിങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കണം. എന്തിന് അമുസ്ലിങ്ങൾ? അങ്ങനെ പോസിറ്റീവായ കാര്യത്തെ കണ്ടുകൊണ്ട് ഏതെങ്കിലും നെഗറ്റീവായ കാര്യം ചെയ്യാൻ എന്നുള്ള അങ്ങയുടെ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങയുടെ ആ വിവക്ഷ അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്ത്രീകളുടെ പ്രാതിനിധ്യത്തോടു കൂടി ഒരു മുത്തലാഖിന്റെ കാര്യത്തിൽ ഏതെങ്കിലും സ്ത്രീ സമൂഹം അതിന് എതിരായി നിൽക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ വിഭാഗവും സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ ഏതെങ്കിലും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവക്ഷ നടത്തിക്കൊണ്ട് അതിന് ചർച്ച കൊണ്ടുവന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ആ വഴിക്ക് പോകും. ഇതൊന്ന് വിശദീകരിക്കൂ. എന്തിനാണ് 2 അമുസ്ലിങ്ങൾ? ഇതിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലപ്പോഴായി അതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പല മാറ്റങ്ങളും പല കാരണങ്ങൾ കൊണ്ട് നടപ്പാക്കാതെ വരികയോ അതല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം. ഒരു പക്ഷേ സ്വാഭാവികമായും സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തലാഖ് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ സ്ത്രീ സമൂഹം, മുസ്ലിം സമൂഹത്തിലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മത വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനവും അടിസ്ഥാനമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചർച്ചയുടെ ഭാഗമല്ലേ ഇത്? ഞാൻ മുത്തലാഖുമായി ബന്ധപ്പെട്ട പറഞ്ഞത്, മുത്തലാഖ് ചൊല്ലുന്ന മുസ്ലിം പുരുഷൻ ക്രിമിനൽ കേസ്, അയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാം. പക്ഷെ അതേസമയം ഹിന്ദു പുരുഷനാക്ക് അത്തരത്തിൽ ക്രിമിനൽ കേസല്ലല്ലോ വരുന്നത്. ആ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതിലാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു എന്നൊരു വശത്ത് പറയുന്നു, അപ്പുറത്ത് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നു. അവിടെയാണ് വ്യത്യാസം വരുന്നത്. താങ്കൾക്ക് ഈ അമുസ്ലിങ്ങളെ ചേർത്തതിനെ കുറിച്ച് എങ്ങനെ വിശദീകരിക്കാനാകും? എന്തിനാണ് വഖഫിൽ 2 അമുസ്ലിങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് പോകാം. അതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമായി വന്നിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും ഏത് സാഹചര്യത്തിലാണ് ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരട്ടെ. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റി മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത്, നിലവിലെ സംവിധാനത്തിന് മാറ്റം വരുന്നത്, കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതെല്ലാം പാർലമെന്റിൽ ചർച്ചയാകുമല്ലോ. യാഥാർത്ഥ്യമുണ്ട്. ശ്രീകൃഷ്ണ, താങ്കളിലേക്ക് വരാം. ശ്രീ VPP മുസ്തഫ, വിടുക എന്നുള്ളത് ഒരു പൂർത്തിയാക്കൂ. JPCക്ക് വിടുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. പുതിയ സാഹചര്യത്തിൽ JPCക്ക് വിടേണ്ടി വരുന്നു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പുതിയ കാര്യമാണ്. ശ്രീ കൃഷ്ണദാസ്, താങ്കളിലേക്ക് വരാം. VPP മുസ്തഫ, ഇതിപ്പോൾ ഈ സുതാര്യത ഉറപ്പുവരുത്തുക, വഖഫ് ബോർഡുകളുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അഴിമതി കേസുകളുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇന്നിപ്പോൾ റിജിജു പറയുമ്പോൾ കർണാടകയിലെ സാഹചര്യം പറയുന്നുണ്ട്. അവിടെ ലക്ഷങ്ങളുടെ അഴിമതിയുടെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ അത്തരം കേസുകൾ ഉണ്ടാകാം. അപ്പോൾ സുതാര്യത ഉറപ്പുവരുത്താനും എല്ലാവർക്കും നീതി ഉറപ്പാക്കാനുമായിട്ടുള്ള പരിഷ്കാരം എന്നാണ് സർക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മറിച്ചുള്ള വാദം എന്താണ്? ആ വാദം തീർത്തും അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഏത് പൊതുസ്ഥാപനവും, ഇപ്പോൾ വഖഫ് ബോർഡ് ഒരു പൊതുസ്ഥാപനമാണ്, ഏത് പൊതുസ്ഥാപനത്തിലും അഴിമതികൾ നടക്കുന്നുണ്ടെങ്കിൽ, തെറ്റായ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള നിയമ സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനല്ലേ ഇവരിപ്പോൾ നമ്മുടെ നാട്ടിലെ ശിക്ഷാ നിയമവും തെളിവ് നിയമവും എല്ലാം ഭേദഗതി ചെയ്തിരിക്കുന്നത്. അതെല്ലാം ശക്തിപ്പെടുത്താനെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് സംവിധാനങ്ങൾ അതിനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വഖഫ് ബോർഡുകൾ ഉൾപ്പെടെ, വഖഫ് കൗൺസിൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ എല്ലാ തരത്തിലുമുള്ള ശിക്ഷാ നിയമങ്ങൾക്കും ക്രിമിനൽ നിയമങ്ങൾക്കും എല്ലാം വിധേയമാണ്. അതുകൊണ്ട് അഴിമതി നടത്തിയതിനോ അല്ലെങ്കിൽ തെറ്റായ നിലയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ആണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എന്താ കാണുന്നത്? നിയന്ത്രണമല്ല, മറിച്ച് അമിതാധികാര പ്രവണതയാണ്. അത് BJPയുടെ സഹജ സ്വഭാവമാണ്.
RSSന്റെ ഘടന തന്നെ അമിതാധികാരമാണ്. ആ അമിതാധികാര പ്രവണത കൂടുതൽ വർഗീയമായൊരു വിദ്വേഷത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ കൃഷ്ണദാസ് പറയുന്നത് ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതിന്റെ ഗവൺമെന്റിന്റെ വിശദീകരണം വന്നിട്ടില്ല. റിജിജുവിന്റെ പ്രസംഗത്തിൽ, കേന്ദ്രമന്ത്രിയുടെ പ്രസംഗത്തിൽ അത് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് വഖഫ് ബോർഡിന്റെ സ്വത്തിൽ വന്നിട്ടുണ്ട്, അത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കണമെങ്കിൽ അമുസ്ലിങ്ങൾ ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ന്യായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്ത് ലോജിക്കുണ്ട് അക്കാര്യത്തിൽ? നിങ്ങൾ നോക്കൂ, അത് ഒരു അതിർത്തി തർക്കം ഉണ്ടാവുകയാണ്, ഭൂമി സംബന്ധമായ തർക്കം ഉണ്ടാവുകയാണ്. അതിന് മുസ്ലിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള ബോർഡിലേക്ക് 2 അമുസ്ലിങ്ങളെ കൊടുത്താൽ പരിഹരിക്കാൻ വേണ്ടി കഴിയുമോ? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് അമിതാധികാര പ്രവണതയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാ. നിലവിൽ രാജ്യത്തുള്ള വഖഫ് ബോർഡ് നിയമം അനുസരിച്ചിട്ട് സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലേക്കുള്ള 6 പ്രതിനിധികളെങ്കിലും ഇലക്ഷനിലൂടെയാണ് എടുക്കേണ്ടത്, വോട്ടിങ്ങിലൂടെയാണ്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളുടെ, മുസ്ലിം സ്ഥാപനങ്ങളുടെ, സംഘടനകളുടെ പ്രതിനിധികൾ വോട്ടർമാരായിട്ട് വരുന്നു. അവർ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്നതാണ് വഖഫ് ബോർഡ്. പക്ഷെ പുതിയ നിയമത്തിലെ സെക്ഷൻ 9, 10 ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. 8, 9, 10 ഒക്കെ എല്ലാം നോമിനേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര വഖഫ് ബോർഡിലേക്ക് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന വഖഫ് ബോർഡിലേക്ക് സംസ്ഥാന ഗവൺമെന്റുകൾക്കും നോമിനേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് എന്ത് സുതാര്യതയാണ് കൊണ്ടുവരുന്നത്? പക്ഷേ ശ്രീ വി പി മുസ്തഫ, ഈ വഖഫ് ബോർഡുകൾ എല്ലാം കൃത്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു അഭിപ്രായം CPM-നും ഇല്ലല്ലോ. നേരത്തെ PSCക്ക് വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയും പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം എന്തിനായിരുന്നു? അല്ല, ഞാൻ അതിൽ സുതാര്യതയുണ്ടല്ലോ. ഇപ്പൊ PSC എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, കാരണം വഖഫ് ബോർഡ് ഉൾപ്പെടെ പൊതുസ്ഥാപനമാണ്. ആ പൊതുസ്ഥാപനങ്ങളിൽ സുതാര്യമായ നിയമനം നടക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇലക്ഷനിലൂടെ വഖഫ് ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് പകരം സർക്കാരിന്റെ നോമിനേഷൻ, ഭരിക്കുന്ന സർക്കാരിന്റെ ഇംഗിതമല്ലേ നടപ്പിലാക്കപ്പെടുക. ഇവിടെ ഇപ്പോ സ്ത്രീകളുടെ നോമിനേഷൻ പറഞ്ഞല്ലോ. കേരളത്തിലെ വഖഫ് ബോർഡിൽ നിലവിൽ തന്നെ 2 സ്ത്രീകളുണ്ട്. അഡ്വക്കേറ്റ് റസിയ ഇബ്രാഹിമും മറ്റൊരു സ്ത്രീ റഹിനയും. 2 പേർ കേരളത്തിന്റെ. എങ്ങനെയാ വന്നത്? 2013 ഭേദഗതിയിലൂടെ തന്നെ ഇവിടെ സ്ത്രീ പ്രാതിനിധ്യം വഖഫ് ബോർഡുകളിലേക്ക് വന്നു. അത് പുതിയ ഒന്നല്ല. എന്തോ അബദ്ധവശാൽ ഇങ്ങനെ പറയുകയാണ്. ഓൾറെഡി വഖഫ് ബോർഡുകളിലേക്ക് ആ പ്രാതിനിധ്യത്തിനുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിർദ്ദേശം വന്നു. 2013 ഭേദഗതിയിൽ വന്നു. കേരള വഖഫ് ബോർഡിൽ 2 സ്ത്രീകൾ വന്നു കഴിഞ്ഞു, ഇപ്പൊ പ്രവർത്തിക്കുകയാണ്. സ്മൃതി ഒന്ന് ഇപ്പോ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മെമ്പേഴ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അവർ 2 പേരുടെയും പേര് കാണാം. ആ 2 പേരെയും സർക്കാർ നോമിനേറ്റ് ചെയ്തതാണ്, ഇലക്ഷനിലൂടെ വന്നവരാണ്. കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. പക്ഷെ എന്നിട്ടും കേരളത്തിന്റെ വഖഫ് ബോർഡിൽ 5 or 6 മെമ്പർമാർ ഇടതുപക്ഷത്തോട് താല്പര്യമില്ലാത്തവരാണ്. കാരണം അത് ഇലക്ഷനിലൂടെ വന്നവരാണ്. അതല്ലേ ജനാധിപത്യം? ആ ജനാധിപത്യത്തെ അല്ലേ നടപ്പിലാക്കേണ്ടത്? അതിനു പകരം നിലവിലുള്ള ഈ സംവിധാനങ്ങളെ ആകെ തങ്ങളിലേക്ക്, ഭരിക്കുന്ന സർക്കാരിലേക്ക് ഒരു അമിതാധികാര പ്രവണതയിലേക്ക് കൊണ്ടുവരുന്നത് എന്തുദ്ദേശത്തിലാണ്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ അമുസ്ലിം മെമ്പർമാരെ കൂട്ടിക്കൊണ്ടുവരികയല്ലോ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരു ദേവസ്വം ഭൂമിയിൽ അവിടുത്തെ ഒരു മുസ്ലിം പള്ളി കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒരു ചർച്ചിന്റെ കമ്മിറ്റിക്കോ തർക്കം വന്നാൽ ആ ദേവസ്വം ബോർഡിൽ മുസ്ലിം പ്രതിനിധികളെയോ ക്രിസ്ത്യൻ പ്രതിനിധികളെയോ ഉൾപ്പെടുത്തുമോ തർക്കം പരിഹരിക്കാൻ? അതാണെന്ന് KC വേണുഗോപാലൻ സഭയിൽ ചോദിച്ചത്. VP മുസ്തഫ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ET മുഹമ്മദ് ബഷീർ MP നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ ടി, ഇപ്പോൾ താങ്കൾ ഈ JPCക്ക് വിട്ട ശേഷം പറഞ്ഞ ഒരു കാര്യം, JPCക്ക് വിട്ടത് തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിലപാട്, ഉറച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അതിശക്തമായ വാദങ്ങൾ ഇന്ന് ഓരോ നേതാക്കളും ഉന്നയിക്കുകയുണ്ടായി. ഈ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കും മത ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ ബിൽ എന്ന് നിങ്ങൾ പ്രതിപക്ഷം പറയുമ്പോൾ, നിലവിൽ വഖഫ് ബോർഡ് നിയമനങ്ങളുമായി വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതിയുടെ കഥകളാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അഴിമതി വിരുദ്ധമാക്കാൻ വേണ്ടി, കൂടുതൽ സുതാര്യതയ്ക്ക് വേണ്ടി, സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടി കുറച്ചുകൂടി പുരോഗമനപരമായ മാറ്റം എന്നതാണ് കേന്ദ്രത്തിന്റെ വാദം. അതെങ്ങനെ ഖണ്ഡിക്കും? ലോ മിനിസ്റ്റർ പറഞ്ഞത് ഇതിൻ്റെ ശുദ്ധീകരണം, വഖഫ് സ്വത്തുക്കളിൽ അഴിമതി നടത്തുന്നുണ്ട്, അത് കൈകാര്യം ചെയ്യുന്നതിൽ അപാകതയുണ്ട്, അതുകൊണ്ട് അത് തീർക്കാൻ വേണ്ടിയാണ് ഇത് എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നിടത്ത് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അഴിമതി സംവിധാനത്തിലുണ്ടെങ്കിൽ അഴിമതി ഉള്ളതിന് തടയാൻ വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല. കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിർത്തിക്കൊള്ളാം. അതായത് ഇവരിപ്പോൾ കൊണ്ടുവന്ന ഈ നിയമത്തിലെ ഒരു ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില അധികാരങ്ങൾ നിക്ഷിപ്തമാണ്. അതായത് ബോർഡിനും കൗൺസിലിനും ആ അധികാരങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനത്തിലൂടെ വന്നൊരു ബോഡിയുടെ മുമ്പിലുള്ള അധികാരങ്ങളാണ്. ഇവർ കൊണ്ടുവന്ന വിവിധ വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ബോർഡിനും അതുപോലെ തന്നെ കൗൺസിലിനും ഒക്കെ ഉണ്ടായിരുന്ന ആ അധികാരങ്ങൾ പൂർണ്ണമായും മാറ്റി അത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാവുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾ വഖഫ് ചെയ്യാൻ പോകുന്നൊരു ഭൂമി, അപ്പോൾ അത് ചെയ്തപ്പോൾ അത് വഖഫ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്? രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവരുടെ ബോർഡാണ്. അതിന് പകരം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് രജിസ്ട്രേഷൻ കലക്ടറാണ് ചെയ്യേണ്ടതെന്നാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള സംഗതി പോലും പുറത്തേക്ക് കാണുന്നില്ല. അത് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഏജൻസി എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും സർവേ ഇപ്പോൾ പറഞ്ഞല്ലോ ഇതിൻ്റെ സർവേ ചെയ്ത് അന്യാധീനപ്പെട്ടിട്ടുണ്ടോ അതിൽ വകമാറിയോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തേണ്ട സംവിധാനവും ഇവർക്കാണ്, കമ്മീഷനാണ്. ആ സർവേ കമ്മീഷണർക്ക് ചെയ്യാനുള്ള ജോലി ആ സർവേ കമ്മീഷണർ ചെയ്യാതെ റവന്യൂ നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തിയിട്ട് അത് ചെയ്യാനുള്ള ജോലിയും ഇങ്ങോട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ജോലികളാണോ ഈ ആധികാരികമായി തിരഞ്ഞെടുക്കപ്പെട്ട ബോഡികൾ ചെയ്യുന്നത് അത് ഇൻഡിവിജ്വലിലേക്ക് മാറുകയാണ്. ഇൻഡിവിജ്വൽ കലക്ടറാണ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. BJPൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ എല്ലാ സംവിധാനങ്ങളിലും അവർക്ക് ഇഷ്ടമുള്ളവരെ അത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇതിൽ മാത്രമല്ല, ഇന്ത്യ യൂണിവേഴ്സിറ്റി, ആശുപത്രി, IIM, IIT അങ്ങനെ എല്ലാ സാഹിത്യം, കല ഇതിലൊക്കെ തലപ്പത്ത് അവരെ വെക്കുകയാണ്. അതുപോലെ തന്നെ എവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ അഴിമതിക്കും ഇടപെടലിനും വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. അത് കാര്യത്തിൽ അങ്ങനെ നമ്മുടെ ലോ മിനിസ്റ്റർ പറഞ്ഞത് ഒട്ടും ശരിയല്ല. പക്ഷേ പലയിടത്തു നിന്നും അഴിമതിയുടെ ഉദാഹരണങ്ങൾ കൂടി റിജിജു ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. കർണാടകത്തിൽ നിന്നുള്ള കേസടക്കം അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഒരുപാട് പേരുടെ പരാതികൾ, 100-ലധികം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പുനർവിചിന്തനം എന്നും പറയുന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പറയുന്ന അർത്ഥമില്ല. ഈ സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഞാൻ വലിയൊരു അഗാധമായിട്ട് ഞാൻ ആ കമ്മിറ്റി വളരെ പിന്തുടർന്നു പോകുന്ന ഒരാളാണ്. കാരണം ന്യൂനപക്ഷത്തിൻ്റെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണ്. മുസ്ലിങ്ങളുടെ കാര്യത്തെ പിന്നോക്കാവസ്ഥ, സോഷ്യോ എക്കണോമിക് രംഗത്തെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ എനിക്ക് തോന്നുന്നത് 10-100 പേജുണ്ടാവും. അത് മുഴുവനും വഖഫ് എങ്ങനെ ഫലപ്രദമായിട്ട് നടത്താമെന്നുള്ളതാണ്. അതിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. വഖഫിൻ്റെ കാര്യത്തിൽ എല്ലാം സംവിധാനം ശരിയാണ്, ഒരു തെറ്റുമില്ല എന്നൊന്നും പറയാൻ നമ്മളാളല്ല. അതുണ്ടായിരിക്കാം, ഉണ്ടാവും. കാരണം അത്ര വലിയൊരു സംവിധാനമാണ്, ഏറ്റവും അധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ്. അത് തെറ്റുണ്ടാവാകത്തുണ്ടാകും. അപ്പോൾ നമുക്ക് ജലദോഷം വന്നു അല്ലെങ്കിൽ തലക്ക് വേറെ എന്തെങ്കിലും വെച്ചാൽ തല വെട്ടിപ്പറിക്കാൻ വെക്കുമോ? ട്രീറ്റ് ചെയ്യാന്നല്ലാതെ എല്ലാ സംവിധാനങ്ങളിലും അഴിമതി ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം. അത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടി എടുക്കാന്നല്ലാതെ അവിടെ ഒരു അഴിമതി ഉണ്ട് അല്ലെങ്കിൽ വേറെ കേസ് വന്നു എന്ന് വിചാരിച്ചിട്ട് സംവിധാനം തന്നെ മാറ്റി. എന്നാൽ പിന്നെ നിങ്ങൾ കമ്മിറ്റിയും വേണ്ട, തലപ്പത്തെ ആളുകളും വേണ്ട, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും വേണ്ട, സർക്കാർ മതി എന്ന് പറഞ്ഞ ന്യായമാണോ? അപ്പോൾ അതിനൊന്നും യാതൊരു യുക്തിയില്ല. മന്ത്രി പറഞ്ഞതൊക്കെ തന്നെ അസ്ഥാനത്തുള്ള കാര്യങ്ങളാണ്. ശരി, കോൺഗ്രസിന്റെ പ്രതിനിധികൾ താങ്കൾ അല്പസമയം കൂടി ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അനൂപ് VR ഇപ്പോൾ കോൺഗ്രസ് ഓക്കെ അനൂപ് VR ഇന്നിപ്പോൾ കോൺഗ്രസും അതിശക്തമായ വാദങ്ങളാണല്ലോ. KC വേണുഗോപാലിന്റെ വാദമൊക്കെ ഇന്ന് സഭയിൽ കണ്ടതാണ്. ഭിന്നിപ്പിനുള്ളതാണ് ഈ ബിൽ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ്. അപ്പുറത്ത് NDAയിൽ നിന്നും ചില പിന്തുണകൾ ഈ വിഷയത്തിൽ ലഭിക്കും, പ്രത്യേകിച്ച് PDPയിൽ നിന്ന് അടക്കം പിന്തുണ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇപ്പോൾ JPCക്ക് മുന്നിലെത്തുമ്പോഴേക്കും കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്താണ്? വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർലമെൻറ്റിൽ ഉണ്ടായ ചർച്ച തന്നെ വളരെ ശുഭോദർക്കമാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല.
തീർച്ചയായും അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക് വിശേഷ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ചില പരിരക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മൗലികാവകാശങ്ങളുടെ കാര്യത്തിലുള്ള ലംഘനമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അതിലൊക്കെ ഉപരിയായി ഒരു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ സ്പർശിക്കുന്ന രൂപത്തിൽ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ അതിലും കൂടുതലോ കുറവായോ ഒന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമല്ലേ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിങ്ങളൊരു അഹിന്ദുവിനെ അനുവദിക്കുമോ? ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയിൽ അഹിന്ദുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടാകുമോ? വളരെ കൃത്യമാണ്. വിശ്വാസ സംബന്ധിയായ കാര്യത്തിൽ ഒരു നുഴഞ്ഞുകയറ്റം, ഒരു അതിക്രമമാണ് സംഘപരിവാർ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം കേരളത്തിലെ ദേവസ്വം ബോർഡുകളുമായൊക്കെ ബന്ധപ്പെട്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ വ്യാപകമായി നടത്തി വരുന്ന പ്രചരണങ്ങൾ എന്താ? ഇവിടെ LDF ഭരിക്കുമ്പോഴാകട്ടെ UDF ഭരിക്കുമ്പോഴാകട്ടെ അവിടെ ഹിന്ദു MLA-മാരിൽ ഹിന്ദു വിശ്വാസികളാണ് എന്ന് പറയുന്ന MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ദേവസ്വം ബോർഡുകളാണ്. അവിടെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് സത്യവാങ്മൂലം കൊടുത്ത ആളുകളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളായി വരുന്നത്. എന്നിട്ട് പോലും നിരന്തരം ഇവിടുത്തെ സംഘപരിവാർ കേന്ദ്രങ്ങൾ പറഞ്ഞു വരുന്നത് ഇവരൊന്നും വിശ്വാസികളല്ല. ആരാണ് വിശ്വാസിയായ ഹിന്ദു എന്നതിനെക്കുറിച്ച് അങ്ങനെ നിർവചനമൊന്നുമില്ല. പക്ഷേ സംഘപരിവാർ കൃത്യമായി അത് വെറുപ്പ്, ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. പക്ഷെ കൃത്യമായി സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, ക്രിസ്ത്യൻ മതത്തെ സംബന്ധിച്ച് ഒരു ടെക്സ്റ്റ് പിന്തുടരുന്ന മതങ്ങളാണ്. അതിനകത്ത് ആരാണ് മുസ്ലിം എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർവചനമുണ്ട്, വിശ്വാസ സംബന്ധിയായ നിർവചനമുണ്ട്. എന്താണ് വഖഫ് സ്വത്ത് എന്നതിനെക്കുറിച്ച് നിർവചനമുണ്ട്. അത് ഡെഡിക്കേറ്റഡ് ടു അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടൊരു സ്വത്താണ് എന്ന് മാത്രമല്ല, ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ച് എന്ത് കാര്യത്തിനും എന്ത് പ്രവർത്തിക്കും ഒരു ഉദ്ദേശമുണ്ട്, നിയ്യത്തുണ്ട്. നേരത്തെ അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നൊക്കെ അബദ്ധജടിലമായ പ്രസ്താവന BJPയുടെ വക്താവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. പക്ഷെ അങ്ങനെയല്ല. വഖഫ് ബോർഡ് വഖഫ് സ്വത്ത് വഖഫ് ബോർഡിന് സമർപ്പിച്ചു കഴിഞ്ഞാലും വഖഫ് ബോർഡിൻ്റെ ഇഷ്ടപ്രകാരം അത് വിനിയോഗിക്കാൻ കഴിയില്ല എന്നാണ് സത്യം. അതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമാണ്. അത് എന്ത് കാര്യത്തിനാണ്? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ? മൃഗങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയാണോ? വിദ്യാഭ്യാസ സംബന്ധിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. വഖഫ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും അത് കൈകാര്യം ചെയ്യാൻ മാത്രമാണ് അവകാശം. അത് കൈകാര്യം ചെയ്യുന്ന ചുമതല ആർക്കാ? അത് വിശ്വാസികൾ സമർപ്പിച്ച വിശ്വാസപരമായ ഉദ്ദേശത്തോടുകൂടി സമർപ്പിക്കേണ്ട വസ്തുവിൻ്റെ അതിൻ്റെ പരിപാലനം, കാര്യനിർവഹണം എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസികൾ നിർവഹിക്കേണ്ട ഒന്നാണ്. അവിടെയാണ് രണ്ട് അമുസ്ലിംങ്ങളായ രണ്ടുപേർക്ക് ആകാമെന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട വിശ്വാസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇതൊരു കേവലം തുടക്കം മാത്രമാണ്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ അടക്കം മദ്രസ സിലബസ് സംസ്ഥാനം തീരുമാനിക്കണമെന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതേപോലെ തുടക്കമാണ്. വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനുള്ള ഒരു തുടക്കം. ഈ ബില്ലിനകത്ത് വളരെ കൃത്യമായി എഴുതിയ അപകടകരമായ ഒരു വ്യവസ്ഥയുണ്ട്. സാധാരണ ഇന്ത്യയിൽ നടക്കപ്പെടുന്ന നിയമങ്ങൾക്കൊന്നും, ഇപ്പൊ ഭൂപരിഷ്കരണം അടക്കമുള്ള നിയമങ്ങൾക്കൊന്നും മുൻകാല പ്രാബല്യമില്ല. പക്ഷെ ഇതിനകത്ത് എന്താ പറയുന്നത്? ഈ നിയമം ഭേദഗതി നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ബിഫോർ ഓർ ആഫ്റ്റർ ഏത് സ്വത്തും വേണമെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കാം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് മുസ്ലിം വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റം, രണ്ടാമതായി അത് ഈ പറയുന്ന വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടുത്താനുള്ള വലിയ നീക്കമാണ്. ഇവിടെ ഓരോ ആരാധനാലയത്തിൻ്റെയും അടിയാധാരം തിരഞ്ഞ് അതൊക്കെ ഏതോ കാലത്ത് അമ്പലങ്ങളായിരുന്നു എന്ന് പറയുന്നവർ ഭരിക്കുമ്പോൾ ഇത് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്താനാണെന്ന് വളരെ വ്യക്തമല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് വിശ്വാസ സംബന്ധിയായ ഇത്തരം കാര്യത്തിൽ അത് ഏതൊരു വിശ്വാസമാകട്ടെ പരിരക്ഷിക്കപ്പെടണം. നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ വകുപ്പുകൾ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയുടെ ഉണ്ട്, അതുപോലെ തന്നെ 25-26 വകുപ്പുകളുണ്ട്, 30 വകുപ്പുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് ഇന്ത്യയുടെ ജനത കൊടുത്ത ഒരു വലിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ഭരണഘടന മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരം മുൻവിധികളെ തിരസ്കരിച്ചുകൊണ്ട്, ജനങ്ങളുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഭരണഘടനയെ തകർക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് ഇന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് മുസ്ലിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ, പാഴ്സികളുടെ കാര്യത്തിൽ, ഹിന്ദുക്കളുടെ അവാന്തര വിഭാഗങ്ങളുടെ കാര്യത്തിലൊക്കെ നാളെ നടക്കാൻ പോകുന്ന ഒന്നാണ്. ഇത് തീർച്ചയായും ഏകാധിപത്യത്തിലേക്കുള്ള വഴി തുറക്കലാണ്. അത് ഇന്ന് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയിലേക്ക് എത്തിക്കുക.
മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് സുതാര്യതയ്ക്ക് വേണ്ടിയും അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയുമുള്ള ഒരു ബില്ലായിട്ടാണ് സർക്കാർ അതിനെ കൊണ്ടുവരുന്നത്, സർക്കാർ അതിനെ വിശദീകരിക്കുന്നത്? ഇതിലുള്ള പ്രശ്നം 3 പ്രശ്നമുണ്ട് ഇതിൽ, അല്ലെങ്കിൽ 4 പ്രശ്നമുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലോ അതിൻ്റെ ഇടപാടുകളിലോ സർക്കാർ ഇടപെട്ട് മറ്റു മതത്തിലുള്ളവർ ഉൾപ്പെടുത്താറില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ അയോധ്യ വിധി വന്നു. അയോധ്യ വിധി സുപ്രീം കോടതി മതപരമായ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അയോധ്യ രാമജന്മഭൂമിയിൽ ഉണ്ടാക്കുന്ന രാമക്ഷേത്രത്തിൽ നമ്മൾ 2 മുസ്ലിമിനെ എടുക്കണമെന്ന് അവർ പറഞ്ഞു. അപ്പുറത്തുണ്ടാക്കുന്ന പള്ളിയിൽ ഒരു മതത്തിന് വേണ്ടി 2 ഹിന്ദുവിനെ എടുക്കണം. അവർ പറയാതിരുന്നതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം അത് വെറുതെ കൂട്ടിക്കുഴക്കണ്ടെന്നുള്ള നിലക്കാണ്. അപ്പോൾ അതൊന്ന്. ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത് ഇതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കി. ഇപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എലക്റ്റഡ് ബോഡിയാണ്. അതിൽ ഒരുപാട് അംഗങ്ങൾ എലക്റ്റഡാണ്. അതായത് മതപണ്ഡിതന്മാരിൽ നിന്ന് ഇലക്ഷൻ നടത്തുന്നു, മുത്തവല്ലികളിൽ നിന്ന് ഇലക്ഷൻ നടത്തുന്നു, എലക്റ്റഡ് ആയിട്ടുള്ള MLA, എലക്റ്റഡ് ആയിട്ടുള്ള MP, അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ അതിൽ സ്ത്രീകളുണ്ട്. അതിനിപ്പോൾ അതില്ലാതെ കേരളത്തിലെ വഖഫ് ബോർഡ് സ്ത്രീകളില്ലാന്ന് പറഞ്ഞു. കേരളത്തിലെ വഖഫ് ബോർഡിൽ 2 സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ ജനാധിപത്യ രീതി ഉണ്ടെന്ന് 2 സ്ത്രീകളുണ്ട്. ഞാൻ നെറ്റ് നോക്കിയിട്ട് കണ്ടതല്ല ഉണ്ടെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ഇത് ഫെഡറലിസ്റ്റിനെതിരാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു നോമിനേറ്റഡ് ബോഡി അങ്ങോട്ട് വരെയാണ്. ആ നോമിനേറ്റഡ് ബോഡിക്ക് എല്ലാ പവറും കൊടുക്കുകയാണ്. എന്നിട്ട് ആ നോമിനേറ്റഡ് ബോഡീനെ നിശ്ചയിക്കുന്ന ഗവൺമെൻറ്, നിശ്ചയിക്കുന്ന കളക്ടർ, മനസ്സിലല്ലേ? ആ കളക്ടർ ഇതിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ പ്രശ്നമാണ്. നാലാമത്തെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന മാതിരി, അത് ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ഇത് ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന, പിന്നെ എനിക്കിപ്പോൾ തോന്നുന്ന വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുസ്ലിം നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് BJP ആണ്, ഹിന്ദുത്വ ശക്തികളാണ്. അവരിപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ കാര്യം നോക്കുന്നു, മുസ്ലിം വഖഫ് ബോർഡ് നന്നാക്കാൻ നടക്കുന്നു, മുസ്ലിമുകളുടെ എന്താണ് പറയുക ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാൻ നോക്കുന്നു. പക്ഷേ അതേസമയം മറ്റുള്ള മതങ്ങളിലുള്ള ഇതിനൊന്നും അവരിൽ ഇടപെടുന്നില്ല. പിന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അയോധ്യയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇതേ മതത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം സിഖ് മതം ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് സിഖ് മഹന്തുകളാണ് ഭരിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് സ്വല്പം മുമ്പ് അതിനുശേഷം ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ സുവർണ ക്ഷേത്രം അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളും. അതിൽ വെറും സിഖുകാർ മാത്രമേ ഉള്ളൂ, അതിൽ ഹിന്ദുക്കൾ പോലും ഇല്ല. അങ്ങനെ അവർക്ക് പറയാമല്ലോ, ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് 2 ഹിന്ദുവിനെ അതിൽ ഉൾപ്പെടുത്തുന്നു പറഞ്ഞിട്ട്. അപ്പം നമുക്കിത് ഉൾപ്പെടുത്താം. അതിന് ഞാനെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു സെക്കുലറായിട്ടുള്ള. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും അധികം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കണ്ടമാനം സ്വത്തുക്കളുണ്ട്, ഇന്ത്യയിലെ 3ാമത് ഭൂമിയുള്ളതിരിക്കുകയാണ്. അത് തെറ്റാണ്. ഈ വഖഫ് ബോർഡിനല്ല ഭൂമി. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. MES ഒരാൾ ഒരു ഭൂമി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് MES ആണ് അത് പിന്നെ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓവർസീ എന്ന് മാത്രമുള്ള വഖഫ് ബോർഡ്. അപ്പോൾ അതിൽ ലാഭകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. അതേസമയം നമ്മൾ യത്തീംഖാന നടത്തുകയാണെങ്കിൽ അതിന് ലാഭമില്ല, അപ്പോൾ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഒരു 7.5% ഇവർക്ക് കിട്ടും. അങ്ങനെ 7.5% കിട്ടുന്നു. ആ 7.5% കിട്ടുന്നതിൽ തിരിമറി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാര്യപ്പെട്ട. ഞാനും അതിനോട് ഒരു യോജിപ്പുള്ള ആളാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത്രയൊന്നും കാണിക്കൂല, വരുമാനം 0 കാണിച്ചുകൊണ്ട് അത് ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണവരും വഖഫ് ബോർഡും കൂടെ തമ്മിൽ നടത്തുന്നതൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം മുസ്ലിമുകൾ അവരുടെ സമുദായത്തിൻ്റെ അവരുടെ മതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ നടത്തുന്നതാണ്. അതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വഖഫ് ബോർഡ്. സെൻട്രൽ വഖഫ് കൗൺസിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അല്ലെങ്കിൽ അതിൽ ഇലക്ഷൻ നടത്തുമോ, അതിൽ MP ഉണ്ടാവുമോ, അതിൽ MLA ഉണ്ടാവുമോ, അതിൽ കമ്മീഷണറായി വരുമോ? അപ്പോൾ അവർ വരുന്നതിൽ നമുക്ക് കുഴപ്പമില്ല. ഇതങ്ങനെയല്ല. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 വനിതകൾ, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 ഹിന്ദുക്കൾ, ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന പ്രബലമായിട്ടുള്ള മുസ്ലിം സംഘടനകളിൽ നിന്ന് 3 ആൾ. അത് നോമിനേറ്റഡ് ആണ്. ഏതാണ് ഈ പ്രബല മുസ്ലിം സംഘടന? അങ്ങനെ പ്രബല മുസ്ലിം ഓൾ ഇന്ത്യ ഒരു മുസ്ലിം സംഘടന ഉണ്ടെങ്കിൽ സ്മൃതി എന്നോട് പറഞ്ഞുതരൂ, ഏതാണ് ആ ഓൾ ഇന്ത്യ മുസ്ലിം സംഘടന? ഇപ്പോൾ ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളാണ് ഏറ്റവും പ്രബലരായിട്ട്. പക്ഷേ ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ബോഡിയിട്ട് നമ്മളെ കൂട്ടാൻ പറ്റൂല. രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ലീഗ് ഉണ്ടാവും,
അല്ലെങ്കിൽ അതുമാതിരിയുള്ള പല സംഘടന ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവും. പക്ഷെ അവരെല്ലാം പ്രബലർ എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനെ മൊത്തം ഒരു നോമിനേറ്റഡ് ബോഡിയാക്കി മാറ്റുക എന്നുള്ളതിനോടാണ് നമുക്ക് എതിർപ്പുള്ളത്. മറ്റുള്ള അഴിമതിയോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേ അമെൻമെൻറ്റുകൾ വന്നപ്പോൾ ബോർഡിന് കൂടുതൽ പവർ കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് പുനഃപരിശോധിക്കാം. അതിനാണ് ഏതായാലും കിരൺ റിജു, ഞാൻ അന്നത്തെ ആ കംപ്ലീറ്റ് ഡിസ്കഷൻ കേട്ട് കിരൺ റിജു പറഞ്ഞിരിക്കുന്ന വളരെ സംഭവമാണ്. അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടട്ടെ. പാർലമെന്ററി പ്രതിപക്ഷത്തിന്റെ ഉറച്ച നിലപാട് കൊണ്ടും അതിശക്തമായ പ്രതികരണം വന്നുകൊണ്ടും കൂടിയാണല്ലോ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ബാക്കി ഉള്ളവർ എല്ലാവരും പറഞ്ഞ് താങ്കൾ കേട്ടല്ലോ. ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള നടപടിയാണെങ്കിൽ ദേവസ്വം ബോർഡിലും ഉണ്ടല്ലോ അഴിമതി. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്, 6 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ എന്നുള്ള വാർത്ത നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു തീരുമാനം കൂടിയുണ്ട്, ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ്. അതും 24 ലക്ഷത്തിന്റെ ക്രമക്കേട്, ദേവസ്വം ജീവനക്കാരന് സസ്പെൻഷൻ. ഇതൊക്കെ ദിവസം വരുന്ന വാർത്തകളാണെന്നേ. ഈ അഴിമതി എന്നുള്ള ദേവസ്വം ബോർഡിലുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിലെ അഴിമതിക്കെതിരെ അവിടെ ഒരു മുസ്ലിം പ്രതിനിധിയെ നിയമിച്ചുകൊണ്ട് സുതാര്യമായ നടപടികളിലേക്ക് കടക്കുമോ സർക്കാർ? ഇല്ലല്ലോ. സ്മൃതി, ഇതൊക്കെ കോൺഗ്രസ്സുകാരും ചില ഇടതുപക്ഷക്കാരും തമ്മിൽ നടത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ മാത്രമാണ്. ശ്രീ VP മുസ്തഫ സൂചിപ്പിച്ചപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചപ്പോഴും ഇതിൻ്റെ സെക്ഷൻ 9, 10, 14 എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രലും സ്റ്റേറ്റുമായിട്ടുള്ള അതിൻ്റെ ബോഡി രൂപീകരിക്കുമ്പോൾ വലിയ ഒരപകടം സംഭവിക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശങ്കയ്ക്കും അതിനുള്ള അർത്ഥവുമില്ല, സാഹചര്യവുമില്ല. രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം, ആളുകളെ ഏതെങ്കിലും തരത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങളുടെ തെറ്റായ വിവരങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കോൺഗ്രസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇതിനെ ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും എല്ലാം സ്വത്തുക്കളുമായി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സംവിധാനവുമായി ചേർത്തുകൊണ്ട് ഒരു കൂട്ടിയണക്കൽ നടത്തി. സ്മൃതി എന്നോട് ചോദിച്ചതുപോലെ തന്നെ അതിലായാൽ ഇതിലായിക്കൂടെ, ഇതിലായാൽ അതിലായിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പള്ളിയുടെയോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെയോ ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൻ്റെയോ ഭരണ സംവിധാനത്തിലേക്ക്, അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഒരു തരത്തിലും ഗവൺമെൻറ്റുകൾ ഇടപെടുന്ന തരത്തിലേക്കുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ദേവസ്വം ബോർഡുകളുണ്ട്. അത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പോലും ഭരണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ തീരുമാനിക്കുന്ന മുഴുവൻ സർക്കാരുകളാണ്. അപ്പോൾ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തും മറ്റു സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത്. അതിൽ മുസ്ലിങ്ങളുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയാണ് ഇതിൽ അമുസ്ലിങ്ങൾ വരുന്നത്? ശ്രീകൃഷ്ണ ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതിനിടയിൽ അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ശ്രീ ഫസൽ ഗഫൂർ അടക്കം സൂചിപ്പിച്ചത്, കേന്ദ്രം എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ശ്രീ MN കാരശ്ശേരി അതല്ലേ സൂചിപ്പിച്ചത്. അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു. അതിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതാണല്ലോ ഞാൻ ചോദിച്ചത് താങ്കളോട്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിലെ അഴിമതിക്ക് എങ്ങനെയാണ് നിങ്ങൾ പരിഹാരം കാണുന്നത്? ദേവസ്വം ബോർഡിൽ അഴിമതി ഉണ്ടാകുമ്പോൾ ആ ജീവനക്കാരെ പിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നു. അതല്ലാതെ അവിടെ മുസ്ലിം പ്രതിനിധികളെ നിയമിച്ചുകൊണ്ടാണോ അവിടെ സുതാര്യത ഉറപ്പുവരുത്തുന്നത്? ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് വഖഫ് ഉള്ളത്. അതെങ്ങനെയാണ്, അതിലെങ്ങനെയാണ് അമുസ്ലിങ്ങൾ വരിക? KC വേണുഗോപാലിന്റെ ഭാഷയിൽ സ്മൃതി സംസാരിക്കരുത്. ഇല്ലല്ല, എന്റെ മനസ്സിലാക്കലാണ് അടിസ്ഥാനപരമായ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് വഖഫ് സ്വത്തുക്കൾ. അല്ലല്ല, അങ്ങനെയല്ല. KC വേണുഗോപാൽ ശ്രമിച്ചത് തെറ്റിദ്ധരിപ്പിക്കാനാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ശ്രമിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കാനാണ്. നെഹ്റു വഖഫ് നിയമം പാസ്സാക്കിയത് ഒന്ന് വിശദീകരിക്കാമോ താങ്കൾ? അതിന്റെ വിശദീകരണവും അതിനുശേഷമുള്ള അമെന്റ്മെന്റും അതിനുശേഷം 93 മുതലും 2013 ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് അമെന്റ്മെന്റ്. 64 കേന്ദ്ര വഖഫ് കൗൺസിൽ നിയമിച്ചുകൊണ്ടാണ് അമെന്റ്മെന്റ്. ഇവിടെ എന്താ മാറ്റം വന്നിട്ടുള്ളത്? നിങ്ങൾ സെക്ഷൻ 9 അധികാരങ്ങളില്ല. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇലക്ടഡ് ബോഡിയാണോ നോമിനേറ്റഡ് ബോഡിയാണോ നല്ലത് സുതാര്യത ഉറപ്പാക്കാൻ? താങ്കളൊന്ന് പറയൂ. CPM-ന്റെ പ്രതിനിധി പറയുന്നത് കേട്ട് അതെല്ലാം എനിക്ക് അങ്ങനെയൊന്നും ആരും പറഞ്ഞു കേൾക്കണ്ട. ഞാനും വായിച്ചിട്ടൊക്കെയാണ് ഈ ചർച്ചയ്ക്കിരിക്കുന്നത്. ശ്രീകൃഷ്ണദാസ്, താങ്കൾ മറുപടി പറഞ്ഞോളൂ. CPM പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഒക്കെ ഈ പാർലമെന്റ് ഭാഗമാണല്ലോ. ഒരു മാറ്റവും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കേൾക്കാതിരിക്കുകയോ ചെയ്യാം. അതിൽ ഒരു അപകടവും സംഭവിക്കുന്ന കാര്യങ്ങൾ പുതുതായി എഴുതി ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്,
കൗൺസിൽ മാറിയപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് ബഷീർ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കളക്ടറിലേക്ക് അധികാരം കൊണ്ടുപോകുന്നു. കളക്ടർമാരല്ലേ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്വത്തുക്കളുടെയും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുടേതാണെങ്കിലും ഏത് സംവിധാനത്തിൻ്റേതാണെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരത്തെ സംബന്ധിച്ച് അവസാന വാക്ക് പറയേണ്ടത് താലൂക്ക് ഓഫീസറും കളക്ടറുമാണ്. അതറിയാത്തവരാണോ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള MLA മാരും MP മാരുമായിട്ടിരിക്കുന്ന ആളുകൾ? അവർക്കെല്ലാം അറിയാമല്ലോ ഏത് ഭൂമിയെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ അവസാനത്തെ അധികാരി എന്ന് പറയുന്നത് അത് ആരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ, ഏത് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ, അത് വ്യക്തികളുടേതാണെങ്കിലും സ്ഥാപനങ്ങളുടേതാണെങ്കിലും സംഘടനകളുടെ ാണെങ്കിലും സ്വത്തിനെ സംബന്ധിക്കുന്നത് പൊതുവായിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ അവസാനത്തെ റിപ്പോർട്ട് നൽകുന്നത് ആരാണ്? കളക്ടറാണ് ആ ലാൻഡിനെ സംബന്ധിച്ച്. അപ്പോൾ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംവിധാനം രൂപപ്പെട്ടു വരുന്നു. എന്തിനാ ഇത്ര ഭയപ്പെടാനുള്ളത്? BJP മാത്രമാണോ സംസ്ഥാനങ്ങൾ ലീഗ് ഭയക്കുകയാണോ? ഇന്ത്യ മുന്നണി ഭയക്കുകയാണോ? ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഇതിലെന്തായിരുന്നു ആദ്യം നോക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ പാരൻ്റ് ആക്ടിൽ എന്തായിരുന്നു പറഞ്ഞത്, ഇപ്പോഴെന്താ പറയുന്നത്? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞതിൽ മറ്റ് സെക്ഷനൊക്കെ നോക്കി, സെക്ഷൻ 15 ഉണ്ട് ഇതിൽ. അപ്പോൾ അതിൽ പറയുന്ന നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 15 പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ there shall be a full-time chief executive officer of the board to be appointed by the state government and who should not be below the rank of a joint secretary to the state. അതാണ് ഇപ്പോഴത്തെ ഇതിൽ. നേരത്തെ ഉണ്ടായത് പാരൻ്റ് ആക്ട് പറഞ്ഞ എന്താ വെച്ചാൽ there shall be a chief executive officer of the board who shall be a Muslim and shall be appointed by the state government in consultation with the board by notification in the official gazette. ഇതാണ് മാറ്റുന്നത്. ഇത് മാറ്റി എന്ത് ചെയ്യുന്നു? നേരെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞ ചെറിയ പൊസിഷനാണ് ഒരു സ്ഥാപനത്തിൽ. അത് ഭരണനിർവഹണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമുള്ള ആൾ. അത് മുസ്ലിം ആവണമെന്നുള്ള നേരത്തെ പാരൻ്റ് ആക്ടിലുണ്ടായത് മാറ്റി ഇതിപ്പോൾ ഈ സ്വഭാവത്തിലാക്കിയിട്ട് BJPക്ക് ഇഷ്ടമുള്ള ഒരാൾ വഖഫ് ബോർഡിൻ്റെ താല്പര്യത്തിരുത്തിയാൽ അത് നല്ലതിനായിരിക്കുമെന്ന് എൻ്റെ സുഹൃത്ത് പറയുകയാണെങ്കിൽ അതിന് മറുപടിയില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊരു സംഗതി, ഇവിടെ മെമ്പർമാർ പാരൻ്റ് ആക്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം തന്നെ മിനിസ്റ്റർ ഫോർ മൈനോറിറ്റി അതിൻ്റെ ചെയർമാൻ അങ്ങനെ വന്ന് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും എന്താണ്, ആ എല്ലാ കാറ്റഗറിയിലും ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം തന്നെ വിശ്വാസികളായിരിക്കണം, മുസ്ലിമുകളായിരിക്കണം. അതിപ്പോൾ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാർട്ടി ഓഫീസിൽ ലിസ്റ്റ് കൊടുത്തിട്ട് കുറേ BJPക്കാരെ തസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അത് മിണ്ടാതിരിക്കാനൊക്കെ. സർവേ കമ്മീഷണറെ പറ്റി എന്താ അതിൽ പറഞ്ഞതെന്നറിയോ? വളരെ സിമ്പിളാണ്, സമയം കോട്ട് ചെയ്യാൻ സമയമില്ല. സർവേ കമ്മീഷണറെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്പ്യൂട്ട് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ സർവേ കമ്മീഷണറുടെ അടുത്ത് നിന്ന് മാറ്റി അതെല്ലാം തന്നെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് കലക്ടർക്ക് കൊടുത്തിട്ട് റവന്യൂ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളിലൂടെ അദ്ദേഹം തീരുമാനിക്കും. ഇത് ശരിയാണോ? ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് യാതൊരു ദുരുദ്ദേശമില്ലെന്നാണോ? നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഡ്യൂലി എലക്റ്റഡ് ഡെമോക്രറ്റിക് ബോഡിയിൽ നിന്ന് മാറ്റി കലക്ടർ വലിയ ആളല്ലേ എന്ന് പറയുന്നതിനോട് വളരെ പരിഹാസ്യമായിട്ടൊരു സമീപനമാണ് പറയുന്നത്. ഇത് ദുരുദ്ദേശമില്ലാതെ മറ്റെന്താണുള്ളത്? അപ്പോൾ ഇത് പിടിച്ചടക്കി തങ്ങളുടേതാക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടി പറയട്ടെ. ഇവിടെ നേരത്തെ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളെ പറ്റി ചൂണ്ടിക്കാണിച്ചു. അതായത് ഇതിൽ ഒരു വകുപ്പുണ്ട്, എന്താ അറിയോ? ഏറ്റവും വലിയ അഴിമതിയും വൃത്തികേടും അവിടെയാണ്. ഇതിൽ പറഞ്ഞ സംഗതിച്ചാൽ ഒരു ലാൻഡ്, ആ ലാൻഡിൽ ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വഖഫിന്റെ സ്ഥലമാണെങ്കിൽ ഈ നിയമം വരുന്നതാകട്ടെ മുമ്പാകട്ടെ അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല, വഖഫല്ല എന്ന് പറഞ്ഞാൽ അനധികൃതമായി ഇപ്പോൾ കയ്യേറ്റം ചെയ്തു വെച്ച ഇതിന്റെ നിയമത്തിലെ ഏറ്റവും വിചിത്രമായ സംഗതി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ ഗവൺമെന്റാണ്. ഡൽഹി നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ആകെ നോക്കുകയാണെങ്കിലും വഖഫ് സ്വത്തുകൾ കൈയേറ്റം ചെയ്ത് ഇവരാണ്. ഇപ്പം ഈ നിയമം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സുഹൃത്ത് പറയേണ്ട കാര്യമാണ്, ഈ നിയമപ്രകാരം ഈ ഭൂമിയൊക്കെ തന്നെ സർക്കാർ അനധികൃതമായി വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്ത് അവർക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോകാനും വെള്ള പൂശാനും വഴിയുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഫണ്ടമെന്റലായിട്ടുള്ള കുറേ കടന്നുകയറ്റത്തിൻ്റെ സംഗതികൾ ഇതിലുണ്ട്. ഇത് പറയുന്ന സമയത്ത് കലക്ടർ വലിയതല്ലേ, റവന്യൂ വകുപ്പ് അല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കൽ എന്തർത്ഥമാണുള്ളത്? ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ വഖഫിൽ മാറ്റങ്ങൾ വേണം, ഭേദഗതികൾ വേണം എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ദുരുദ്ദേശപരമാണ് എന്നുള്ള അഭിപ്രായം എല്ലാവരും ഉന്നയിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്, എന്ത് പരിഷ്കാരങ്ങൾക്കാണ് സാധ്യത? പരിഷ്കാരങ്ങൾ ആര് വരുത്തണം?
പ്രതി അഴിമതി ഉണ്ട് എന്നുള്ളതിനെ പറ്റി ആരും തർക്കിക്കില്ല. പക്ഷേ അഴിമതി നിവാരണത്തിന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംവിധാനമുണ്ട്. അപ്പോൾ വഖഫ് ബോർഡുമായിട്ടോ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായിട്ടോ അതുപോലെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഒരു ചർച്ചയും നടത്താതെ അവരുടെ ഒരു അഭിപ്രായവും കേൾക്കാതെ ഏകപക്ഷീയമായി 40 ഭേദഗതികൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഇതിൽ വന്നത്. അതിലിപ്പോൾ കേരളത്തിൽ വഖഫ് ബോർഡ് 2 സ്ത്രീകളുണ്ട്, മറ്റു സ്ഥലങ്ങളിലുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്ത്രീകൾ വരുന്നതിനെ സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ. അത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് വഖഫ് ബോർഡിനെ മാറ്റുക മാത്രമല്ല, ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പല പള്ളികളെ പറ്റിയും പുതുതായിട്ട് അതൊക്കെ നേരത്തെ ക്ഷേത്രങ്ങളായിരുന്നു, ക്ഷേത്ര സ്വത്തുണ്ട് എന്നൊക്കെ പല പുതിയ ആരോപണങ്ങളും അവകാശവാദങ്ങളുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത ബോഡിയാണെങ്കിൽ അവർ ഗവൺമെൻറ് പറയുന്നേ കേൾക്കുകയുള്ളൂ, ജില്ലാ കളക്ടർക്ക് അത്രയല്ലേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അത് നിർഭാഗ്യവശാൽ വഖഫ് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ദുരുദ്ദേശം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ അവിടുത്തെ അഴിമതിയോ കെടുകാര്യസ്ഥതയോ പരിഹരിക്കാനുള്ള ഒന്നാണ് എന്ന് ഈ ഇന്നത്തെ ഒരുക്കം കൊണ്ട് നമുക്ക് യാതൊരു കാരണവശാലും വിചാരിക്കുന്നതിന് ന്യായമില്ല. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, അതിൽ പ്രതിപക്ഷം വേണം. പ്രത്യേകിച്ച് പിന്നെ ഈ 2 ഹിന്ദുക്കളെ അതിൽ വെക്കണം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ആർക്കും ഒരു യുക്തി കൊണ്ടും മനസ്സിലാവുന്ന ഒന്നല്ല. അത് ദുരുദ്ദേശപരമാണ്. അത് വഖഫ് സ്വത്ത് തട്ടിയെടുക്കാനുള്ള, പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള ചേരിതിരിവുകൾ, ധ്രുവീകരണം, പോളറൈസേഷൻ വന്നു. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിഭജിച്ചിട്ട് അടുത്ത ഇലക്ഷനും കൂടി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ദുരുദ്ദേശമാണ് പ്രവർത്തിക്കുന്നത്. സതുദ്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ വരവ് ഇങ്ങനെയല്ല. പിന്നെ എലക്റ്റഡ് ബോഡിയെ നോമിനേറ്റഡ് ബോഡി ആക്കുക, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിയെ നാമനിർദ്ദേശിച്ച ഒരു സമിതിയാക്കി മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്. അതിൽ അഴിമതി കൂടാനാണ് സാധ്യത, അഴിമതി കുറയ്ക്കാനല്ല അത് സഹായിക്കാം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, ദുരുദ്ദേശപൂർവമാണ് എന്ന് ഇതിൻ്റെ വരവ് തന്നെ കൃത്യമായി കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയം കൊണ്ട് അത് സംയുക്ത സമിതിയുടെ മുമ്പാകെ വന്നു. തീർച്ചയായിട്ടും അവിടെ അത് അവർ ചർച്ച ചെയ്തിട്ട് ജനാധിപത്യ നിഷ്ഠമായ ഒരു നിലപാടിലേക്ക് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡോക്ടർ എം.എൻ. കാരശ്ശേരി, ഇ.ടി. മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ്, VPP മുസ്തഫ, അഡ്വക്കേറ്റ് അനൂപ് PR ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ.